ഹലോ ട്രേഡേഴ്സ്. ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് കിട്ടിയിരിക്കുന്നത് 50,586 ആണ്. അതൊരു 700 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ ആണ്. സോ ഒരു ന്യൂസിൻ്റെ ബേസിലാണ് ഇത്രയും ഗ്യാപ്പ് ഡൗൺ കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആണ് ഇനി ഒരു 10 സെക്കൻഡ് കൂടെ. അപ്പോൾ ഒരു ട്രേഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഗ്യാപ്പ് ഡൗൺ ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റി പോകുമായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷനിൽ നമുക്കൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കാര്യമായ മൊമെൻറ്റം കാണുന്നില്ല. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നെഗറ്റീവ് ആയതുകൊണ്ടാകാം. ഓക്കെ, ഇപ്പം സമയം 9:22 ആവുന്നുണ്ട്. സോ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡേ ലോയ്ക്ക് അടുത്താണ്. അപ്പോൾ ഒരു പുട്ട് ഓപ്ഷനിൽ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റി ഓൾറെഡി ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയും കൂടെ ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ അത് എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ ഓക്കെ, അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. 22,000, 16,000, 17,000, 18, 14, 19, 22. ഓക്കെ, നമ്മളിവിടെ ബുക്ക് ചെയ്യാണ്. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചുകൂടെ പോയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം 29,584 ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. വേറെ ഏതെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം ടൈം 10:09 ആണ്. ബാങ്ക് നിഫ്റ്റി ഡേ ലോയ്ക്കടുത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു 50,500 പുട്ട് ഓപ്ഷനിൽ നമ്മളൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് എക്സിക്യൂട്ട് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം കാത്തിരിക്കാം. ഇതുവരെയും നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടില്ല. കുറേ നേരമായിട്ട് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് സെൻറ്റിമെൻ്റാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇപ്പോൾ ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. ലോസിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്പൈക്ക് കൂടെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് റീച്ച് ആവും.
ഒരു സപ്പോർട്ടുണ്ട്. ഡേ ലോ ബ്രേക്ക് ആയിട്ടുണ്ട്, പക്ഷേ അവിടുന്ന് ബയേഴ്സ് ആക്റ്റീവായി. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ലോസിൽ പോകുന്നത്. ഇത് കുറച്ചുകൂടെ നമുക്ക് നോക്കാം. ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, സ്പോട്ടിൽ നമുക്ക് നല്ലൊരു റെഡ് ക്യാൻഡിൽ കാണാൻ സാധിക്കും. ഈ ട്രേഡിൽ കൺവിക്ഷൻ കിട്ടുന്നില്ല. ലോസ് ബുക്ക് ചെയ്യാം നമുക്ക്. കാരണം ആ ലെവലിൽ ബയേഴ്സ് വളരെ സ്ട്രോങ് ആണ്. 5 മിനിറ്റ് ചാർട്ടിൽ നല്ല രീതിയിൽ റിജക്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമ്മളിവിടെ ലോസ് ബുക്ക് ചെയ്യാതിരിക്കുകയാണ്. വേറെ ഏതെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. സോ ഇപ്പം P&L 8,186 ആണ്. 2 ട്രേഡും കൂടി ചേർത്ത് നോക്കാം. ഇപ്പോൾ സമയം 12:35 ആണ്. മാർക്കറ്റ് കുറേ നേരത്തെ കൺസോൾട്ടേഷന് ശേഷം ഡേ ലോയിലേക്ക് വരാനുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ 50,200 പുട്ട് ഓപ്ഷനിൽ നമ്മളൊരു ട്രേഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. വേറെ എവിടെയും സപ്പോർട്ട് കാണുന്നില്ല. അടുത്ത ക്യാൻഡിലിൽ തന്നെ നമുക്ക് ഡേ ലോ കിട്ടേണ്ടിയാണ്. സെല്ലിങ് ഈസ് ഓൾവേസ് ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്തിരുന്നു, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് അവിടെ കാണാം ഒരു ഗ്രീൻ ക്യാനിൽ 2 ആരോസ്. അപ്പം അതേ ഒരു ക്യാനിൽ തന്നെ എൻട്രിയും ഒരേ ക്യാനിൽ തന്നെ എക്സിറ്റും ചെയ്തു. കാരണം ഒരു 19,000 നമ്മൾ ബുക്ക് ചെയ്തു. ഇത് 50,300 പുട്ട് ഓപ്ഷനിൽ. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും സെക്കൻഡ് ട്രേഡാണ്. 50,300 പുട്ട് ഓപ്ഷൻ 19,299 ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ P&L നമ്മൾ നോക്കുകയാണെങ്കിൽ 29,787 ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡേ നമുക്ക് ക്ലോസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.